ഒരാളുങ്കലായിരുന്നു ഈ ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ. ഒരു 3 വർഷം ഒരാളുങ്കലിൽ ഞാൻ ജോലി ചെയ്തു. ഇപ്പം അവിടുന്നൊക്കെ റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈമറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ZDC എന്ന് പറഞ്ഞ റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ബിസിനസ്സിൽ വരാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അയൽവാസിയായിട്ടുള്ള ശശി സാറ് ഒരു ചാമ്പി തൈലം ഉപയോഗിച്ച് തന്നതാണ്. എനിക്ക് കൈക്ക് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ടെന്നീസ് എൽബോ എന്ന് പറയും. അപ്പൊ ആ ഒരു വേദനയ്ക്ക് എനിക്ക് ചാമ്പി തൈലം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ബിസിനസ് അങ്ങനെ ഒരു ബിസിനസ് ആയിട്ട് ഏറ്റെടുത്തതൊന്നുമല്ല. ജസ്റ്റ് ഒന്ന് അവർക്കും ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കുന്നു യാതൊരു താല്പര്യമില്ല, അവർക്ക് അറിയാല. എന്ന് വെച്ചാൽ ഒരാളുകളൊക്കെ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേശം റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ റിസ്ക് ഒക്കെ ഏറ്റെടുത്തിട്ട് ഇത് ചെയ്ത് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കുന്നൊന്നും അവർക്ക് തോന്നിയിട്ടില്ല. ജസ്റ്റ് കുറച്ച് ഉൽപ്പന്നങ്ങൾ എനിക്ക് തരണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉൽപ്പന്നങ്ങളൊക്കെ ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണന്റെ ഒരു ടൈമിന് വീട്ടിൽ ഇരിക്കുന്ന സമയത്താണ്. ഒരു 15 ദിവസത്തെ പൈസയൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ആ പൈസ കിട്ടിയിട്ടില്ല. ആ സമയത്താണ് എൻ്റെ വീട്ടിലേക്ക് ഇവർ വന്നത്. അങ്ങനെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പ്ലാനൊക്കെ തന്ന് അവരങ്ങ് പോയി. പിറ്റേന്ന് ഫോളോ അപ്പിന് വന്നത് രഞ്ജി സാറാണ്. ഇന്ന് RTC ലീഡറും സീലിംഗ് എക്സിക്യൂട്ടീവും ആയിട്ടുള്ള രഞ്ജി സാറാണ് ഫോളോ അപ്പിന് വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് പരിചയമുണ്ട്, രാഷ്ട്രീയപരമായിട്ട് പരിചയമുണ്ട്, അല്ലാതെയൊക്കെ പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അദ്ദേഹം ബാങ്കിലാണെന്ന് എനിക്കറിയാം. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ബാങ്കൊക്കെ റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്, അപ്പൊ ഇന്ന് ഫുൾ ടൈമറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഒരു ബാങ്കിലൊക്കെ ഉദ്യോഗസ്ഥൻ ഇത് ഫുൾ ടൈമറായിട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ എന്തോ ഒരു കാര്യമുണ്ട്. അങ്ങനെ എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാം, പക്ഷേ ഇപ്പൊ എന്റെ കയ്യിൽ പൈസ അല്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം, പൈസ ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ എന്റെ സമയം തെളിഞ്ഞതാണോ എന്നറിയാല. എന്റെ ഭാര്യ എന്റെ ചെറുതിനെ എടുത്ത് അവരെ മുന്നിലേക്ക് കടന്നു വന്നു. അപ്പൊ അവര് പറഞ്ഞു, അപ്പോ രഞ്ജി സാറല്ലേ ആള്. അപ്പൊ രഞ്ജി സാർ പറഞ്ഞു, സാറേ നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷെ നിങ്ങളും കൂടി ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രമേ കിട്ടൂ എന്ന് പറഞ്ഞു. അപ്പൊ സാറിന്റെ കണ്ണ് നേരെ പോയത് എന്റെ ചെറുതിന്റെ കാലിന് മുകളിലേക്കാ. അപ്പോ ചെറിയൊരു പാസർ ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു സാർ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഐഡിയ അടിക്കുക, സീനിയോറിറ്റീന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പൊ ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യോളാം. അങ്ങനെ 2-ാം ദിവസം ഞാൻ എന്താക്കി, കാലിന്റെ മുകളിൽ പണയം വെച്ചു. അന്ന് 7500 രൂപേന്റെ സാധനം ഞാൻ വന്ന് വാങ്ങി. ആ സാധനം ഞാൻ എന്താക്കി, 2 ആഴ്ച കൊണ്ട് ഞാൻ വിറ്റു. ഞാൻ എടുത്ത സാധനം ഞാൻ തിരിച്ചു കൊടുത്തു. എന്നുവെച്ചാൽ വീട്ടിൽ കടന്നു ഉറങ്ങണ്ടേ. അപ്പോൾ അതിന്റെ കാരണത്താൽ ആ സാധനം ഞാൻ വേഗം വാങ്ങിക്കൊടുത്തു. പക്ഷെ ഞാൻ അന്നേരം ബിസിനസ് ആയിരുന്നു ഏറ്റെടുത്തില്ല. ഞാൻ നേരെ അത് കഴിഞ്ഞ് ഞാൻ ഒരാളിലേക്ക് എന്നെ പോയ സമയത്ത് ഇവിടെ മോർണിംഗ് മീറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളൊക്കെ കേൾക്കുന്ന പോലെ തന്നെ മോർണിംഗ് മീറ്റ് അന്ന് രഞ്ജി സാർ ടീമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നാട്ടില് ഒരുപാട് വ്യക്തികൾ, അന്ന് പൂനത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ ഇവരെ കൂടെ ജോയിൻ ചെയ്ത് എന്റെ കുറെ കമ്പനിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ രാവിലെ കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മോർണിംഗ് മീറ്റിൽ കയറിയത്. എന്ന് വെച്ചാൽ ഒരാളെങ്കിലും പോയി കഴിഞ്ഞാൽ 1-ആഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ നാട്ടിലേക്ക് വരാൻ പറ്റും. അപ്പൊ 7:30-ക്കാണ് എനിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ടത്. 6 മണി മുതൽ 7:15 വരെയൊക്കെ മോർണിംഗ് മീറ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഞാൻ അതിൽ കയറുന്നത്. മോർണിംഗ് മീറ്റിൽ ഞാൻ ഫുൾ ടൈം സജീവമായിട്ട് അതിലുണ്ടായിരുന്നു. എല്ലാ ദിവസവും മോർണിംഗ് മീറ്റ് കയറും. അങ്ങനെ ഒരുപാട് വ്യക്തികളെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ നിന്ന് കേട്ടു. അങ്ങനെ കേട്ട സമയത്ത് ഇതിന് എന്തൊക്കെയോ കിട്ടും നിൽക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ എന്താക്കി, ഒരാളുകളിൽ നിന്ന് വരുന്ന സമയം ഞാൻ എന്താക്കി, ബാലുശ്ശേരി അന്ന് RPDN അടുത്ത് മീറ്റിംഗ് നടക്കും. ആ സമയത്തേക്ക് മാറ്റി എന്റെ വരവ്. ആ സമയത്തേക്ക് മാറ്റിയ സമയത്ത് വീട്ടിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരാളുകളിൽ നിന്ന് വരുന്ന സമയത്ത് 2-3 ദിവസം എനിക്ക് ലീവ് ഉണ്ടാവും. ഈ ലീവുള്ള സമയത്ത് എന്താവും, ഭാര്യനെയും കൂട്ടിയിട്ട് ഭാര്യന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ എന്ത് ചെയ്യൂ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോകുന്ന സമയമാണെങ്കിൽ 3 ദിവസവും ഓക്കെ. അപ്പോ ഈ മീറ്റിംഗ് ഉള്ള സമയത്തേക്ക് വരുന്ന സമയത്ത് എന്താക്കി, ഇവരായിട്ടുള്ള കറക്കം നിന്ന്. അപ്പം വീട്ടിൽ നിന്ന് ഭയങ്കര പ്രശ്നമായി, വെളിവ് പ്രശ്നം ഉണ്ടാക്കും. ഇങ്ങനെ എന്ത് ചെയ്യൂ, സമയം കിട്ടുന്നില്ല, പിന്നെ അതായും പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിൽ ഒരു RTP എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് ഞാൻ ഒരാളിൽ നിന്ന് ലീവ് എടുത്ത് വരുന്നത്. ഒരാളിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് ലീവില്ല സംഭവം. നമുക്ക് വേണമെങ്കിൽ ലീവ് ആക്കാന്നേ ഉള്ളൂ. നമ്മൾ ഡെയിലി ജോലി ഉണ്ട് അവിടെ. നമ്മൾ ഡെയിലി ബേസ് ആണ്.
പോയാൽ മാത്രം എന്നാണ് പോകുന്നത് ആ ദിവസം മാത്രമേ അവിടുന്ന് വരുമാനം കിട്ടൂ. ഓക്കെ. അങ്ങനെ ഞാന് ഒരു വൈദ്യരുടെ അടുത്ത് പോയിട്ട് എന്റെ കൈക്ക് വേദന ഉണ്ടല്ലോ, അധികം ഒരു വേദന ഉണ്ടായിരുന്നല്ലോ, ഈ വേദന ഉണ്ട് എന്ന് പറഞ്ഞ ഒരു വൈദ്യരുടെ അടുത്ത് പോയിട്ട് ഞാൻ കൈക്ക് ഒരു കെട്ട് കെട്ടിച്ചു. ഒരാളിലേക്ക് ഒരു ഫോട്ടോ സെൽഫി എടുത്തിട്ട് ഞാൻ എന്റെ ആൾക്ക് വിട്ടുകൊടുത്തു. കൈക്ക് വേദന ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, എനിക്ക് എന്തായാലും ഒരാഴ്ചത്തെ ലീവ് വേണം. ഓക്കെ. രണ്ട് ദിവസം RTPക്ക് പോകണം, ബാക്കിയുള്ള ദിവസം ലീവ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഒരാഴ്ച ലീവ് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് RTPക്ക് പോയതാണ് ഇന്ന് ബിസിനസ് ഒക്കെ സീരിയസ് ആകാനുള്ള കാരണം. ഓക്കെ. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച്, ഞാൻ അന്ന് ഒരാളെയും ജോയിൻ ചെയ്യിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കുറെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചു, വിറ്റു, അങ്ങനെയൊക്കെ നല്ല റീറ്റെയിൽ ചെയ്യായിരുന്നു. നല്ല റീറ്റെയിൽ ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാർ എന്ന് പറഞ്ഞ റാങ്കിലെത്തി. സ്റ്റാർ എന്ന് പറഞ്ഞ റാങ്കിലെത്തിയ സമയത്ത് ഞാൻ കണ്ണൂരാണ് എനിക്ക് വർക്ക്. അവിടുന്ന് പിന്നെ ഒരു ദിവസം പിന്നെ സ്റ്റാറിന്റെ സെലിബ്രേഷൻ ആണ്. അതിന്റെ തലേന്നാണ് എന്റെ കൈക്ക് പരിക്ക് വരുന്നത്. കൈക്കിന്റെ ഗ്രൈൻഡറിന്റെ ബ്ലേഡ് പൊട്ടിയിട്ട് കൈയിന്റെ വലത്തെ കൈയിന്റെ അപ്പം വിരലിന്റെ ഞരമ്പം കറ്റി. ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ സെലിബ്രേഷൻ വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പണി തീർത്ത് വരാൻ പരിപാടിയിലാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ കൈയിന്റെ ഞരമ്പ് പൊട്ടി. അങ്ങനെ 6 മാസം ഞാൻ അതുമായിട്ട് വീട്ടിലിരുന്നു. സെലിബ്രേഷൻ ഒക്കെ നടന്നു, പിറ്റേന്ന് തന്നെ സെലിബ്രേഷൻ ഒക്കെ നടന്നു. പക്ഷെ 6 മാസത്തേക്ക് പിന്നെ ഒരാളിലേക്ക് പോകാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇന്റീരിയലിന്റെ വർക്കാണ്, കംപ്ലീറ്റ് ഡ്രില്ലിന്റെ വർക്കാണ്. അപ്പോൾ ഈ അപ്പം വിരലുകൊണ്ട് നമ്മളെ വലത്തെ കൈയാണ് ഫുൾ പ്രവർത്തനങ്ങളൊക്കെ. ഇപ്പം ഡ്രില്ലൊക്കെ കൂട്ടിപ്പിടിക്കണമെങ്കിൽ അപ്പം വിരലിന്റെ സഹായം നിർബന്ധമാണ്. അപ്പൊ എനിക്ക് പോകാൻ പറ്റില്ല. ഈ 6 മാസം ഞാൻ വീട്ടിലിരുന്നിട്ടും ആ മേഖലയിൽ നിന്ന് ഒരു വരുമാനം എനിക്ക് കിട്ടിയില്ല. അതാണ് ഇവിടുത്തെ സത്യം. 6 മാസം 1 രൂപ പോലും ഈ ഊരാളുങ്കൽ എന്ന് പറഞ്ഞ സംഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ. ഞാനൊരു 3 വർഷമായിട്ട് അവിടെ സ്ഥിരം ജോലിക്ക് പോകുന്നുണ്ട്. അവര് പറയുന്ന സമയം എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ, രാവിലെ 7 മുതൽ വൈകുന്നേരം 5:30 വരെ നമുക്ക് ഡ്യൂട്ടി ടൈം ഉണ്ട്. ഓക്കെ. 1 മണിക്കൂർ കൂടുതലാണ്. അതിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഓവർ ടൈം കൂടി എടുക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ വർക്ക് നമ്മളെ കയ്യിലേക്ക് തരിക. നമ്മളെ വർക്കും പിന്നെ പെയിന്റിങ്ങും മാത്രമേ ഉണ്ടാവും. ഇന്റീരിയർ ജിപ്സം ബോർഡിന്റെ വർക്കാണ്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് ഇട്ടിട്ടാണ് തരിക. അപ്പൊ എന്ത് ചെയ്യണം, നേരം വെളുക്കുന്ന വരെ ചിലപ്പോൾ പണിയെടുക്കുന്ന ദിവസങ്ങളുണ്ടാവും. അങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് പോലും അവിടുന്ന് ഒരു പരിക്ക് പറ്റിയ സമയത്ത് എനിക്കൊരു വരുമാനം കിട്ടിയില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ, നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒന്ന് മാറി നിന്ന സമയത്ത് പോലും എനിക്ക് വരുമാനം തരുന്നില്ലെങ്കിൽ ആ മേഖലയിൽ ഞാൻ ഇല്ലാതായി പോയി കഴിഞ്ഞാലോ, ആ പരിക്ക് പറ്റിയ സമയത്ത് ഞാൻ മരണപ്പെട്ടു പോയാലോ. എന്നെ വിശ്വസിച്ച് വന്ന എന്റെ ഭാര്യ ഉണ്ട്, എന്റെ മക്കളുണ്ട്, എന്റെ അമ്മ ഉണ്ട്, അച്ഛനുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഒന്നെങ്കിൽ ഇവരെന്ത് ചെയ്യണം, വേറൊരാളെ മുന്നിൽ നമ്മൾ കയറി കിട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഇവര് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകേണ്ടി വരും. ഓക്കെ. ഇനി ഞാനൊരു 10 ലക്ഷം രൂപ കടക്കാരനായിട്ട് മരിക്കുകയാണെങ്കിലോ, ഈ കടങ്ങളൊക്കെ വരെ ആരെങ്കിലും തലയിലേക്ക് പോകൂലേ? അങ്ങനെയാന്ന് ഇവര് നമ്മളെ കൊണ്ട് നല്ല പറയും? ഇല്ലല്ലോ. ഇയാൾ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാക്കി വെച്ച കട അല്ലേ നമ്മൾ വേറുന്നത് ഇല്ലേ, അങ്ങനെ പറയില്ലേ? പറയുന്ന സമയത്ത് നമ്മളെ കൊണ്ട് ഒരു പൂമാല പോലും അതിന് മുകളിൽ ഇടവില്ല, അല്ലെങ്കിൽ ഒരു ലൈറ്റ് പോലും അവിടെ ഫിറ്റ് ചെയ്യൂല. അത് 100% സത്യമാണ്. ഓക്കെ. അപ്പൊ ഇതില് നോമിനേഷൻ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അന്ന് സ്റ്റാർ റാങ്കിൽ ഫുൾ ടൈമർ ആയ ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ. സ്റ്റാർ റാങ്കിൽ ഫുൾ ടൈമർ ആയതിനെ കൊണ്ട് ഇന്ന് ഈ ബിസിനസ്സിൽ ഇന്ന് ശക്തമായിട്ട് നിൽക്കാൻ സാധിച്ചു. പക്ഷെ എന്നെ പരിചയപ്പെടുത്തിയ വ്യക്തികളൊന്നും ഈ ബിസിനസ് ചെയ്യുന്നില്ല. ഈ ബിസിനസ് മനസ്സിലായത് എനിക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാനിന്ന് ഇതിൽ ഫുൾ ടൈമറായി. ഓക്കെ. ഇനി ഇതിൽ ഞാൻ ചെയ്ത 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, എന്റെ ലീഡർ എന്താണോ പറഞ്ഞത് അത് ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചു. ഓക്കെ. എന്റെ ലീഡർ ഇപ്പോ ഒന്ന് ഷൈജ് സാറാണ്. എന്റെ അതേ റാങ്കിൽ തന്നെയാണുള്ളത്. ലീഡറുടെ കൂടെ തന്നെ ഞാൻ 2-3 റാങ്കിലാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരേ റാങ്കിൽ തന്നെ നിൽക്കുന്നത്. ഓക്കെ. ഇനി അതിന്റെ മുകളിലുള്ള ലീഡറാണ് ഒന്ന് രഞ്ജി സാറ്. അദ്ദേഹം RTC സീലിംഗ് അച്ചീവർ ആണ്. അതിന്റെ മുകളിലുള്ള ലീഡറാണ് നമ്മളെ അനിൽകുമാർ സാറ്. അയാൾ നാഷണൽ ടീം കോർഡിനേറ്റർ ആണ്, സീലിംഗ് അച്ചീവർ ആണ്, കാർ അച്ചീവർ ആണ്. ഇത്രയൊക്കെയാണ്. അപ്പൊ അവരൊക്കെ എന്താണോ പറയുന്നത് അത് അക്ഷരം പ്രതി അനുസരിച്ചു. അതുകൊണ്ട് എന്താ വെച്ചാൽ TC റാങ്കിൽ നിന്ന് ടാലന്റ് അച്ചീവറായി. ഓക്കെ. TC ഒന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. TC നിന്ന് ഒറ്റയടിക്ക് TC ആയി പോയതാണ്.
അതിലൊന്നും അധികം നേരം നിൽക്കാൻ സമയം കിട്ടിയില്ല. തായ്ലൻഡ് അച്ചീവർ ആയ സമയത്ത്. ഓക്കെ, അപ്പോ അന്ന് ആ തായ്ലൻഡ് അച്ചീവർ ആയ സമയത്ത് എന്റെ ആഴ്ച വരുമാനം 60,000 രൂപയിലേക്ക് എനിക്ക് ഉയർത്താൻ സാധിച്ചു. ഓക്കെ, ഒരാളെങ്കിലും ഞാൻ 30 ദിവസം ഞാൻ പോയ സമയത്ത് 30,000 രൂപ മാത്രമേ കിട്ടൂ. അത് പോയാൽ മാത്രമേ കിട്ടൂ. ഓക്കെ, ഇവിടെ അവിടുന്ന് റിസൈൻ ചെയ്ത് വന്നതിനെ കൊണ്ടുള്ള ഗുണങ്ങളാണ്. ഒന്ന്, ഒരു തായ്ലൻഡ് എന്ന് പറഞ്ഞുള്ള വലിയൊരു രാജ്യത്ത് ഫ്രീ ആയിട്ട് പോകാൻ സാധിച്ചു. അതും അന്ന് ആഴ്ച വരുമാനം 60,000 രൂപ എന്റെ അക്കൗണ്ടിൽ ഈ കമ്പനി തന്നിട്ടാണ് എന്നെ അതിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ നോക്കണം, ഇങ്ങോട്ട് വരുമാനം തന്നിട്ട് നമ്മളെ വലിയൊരു രാജ്യത്തിലേക്ക് ഫ്രീ ആയിട്ട് ടൂർ കൊണ്ടുപോയ ഒരു കമ്പനിയിലാണ് നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിൽ ടൂർ പോയ ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ? ടീമിൻ്റെതായാലും തായ്ലൻഡിലേക്ക് പോയ ആൾക്കാരെ കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമ്മളെ മേഖല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ഏകദേശം ഒരു 10 ലക്ഷം രൂപേന്റെ ഒരു കാറ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. അതാണ് ഇനി അതിന്റെ മെയിൻ കാരണം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ കാർ എന്ന് പറഞ്ഞൊരു സ്വപ്നം പോലും മൈൻഡിലില്ലായിരുന്നു. ഗൾഫിൽ പോയിട്ടുണ്ട്, 5 കൊല്ലം പോയിട്ടുണ്ട്. പക്ഷെ വേറൊരു രാജ്യത്ത് ഫ്രീ ആയിട്ട് പോവുക എന്നൊക്കെ പറയുന്നത് സ്വപ്നങ്ങൾ മാത്രമാണ്. ഓക്കെ, എന്നെ സംബന്ധിച്ചൊന്നും അങ്ങനെ ഒരു സംഭവമേ നടക്കില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ സാധിച്ചു വരുന്നത്. ഓക്കെ, അത് ഈ ബിസിനസ് മാത്രം കൊണ്ടാണ്. ഈ ബിസിനസിന്റെ ഒരു പവറോ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇതൊക്കെ നടക്കുന്നില്ല ഒരു പവറാണ് മാത്രമാണ്. എന്ന് വെച്ചാൽ എന്റെ ലീഡർ രഞ്ജി സാറ് ഇന്ന് DTCന്ന് ZDCയിലേക്ക് പോകുന്ന സമയത്താണ് അദ്ദേഹം കാർ എടുത്തത്. ഞാൻ DTCന്ന് ZDCയിലേക്ക് പോകുന്ന സമയത്താണ് കാർ എടുത്തത്. ഓക്കെ, അദ്ദേഹം RTC എന്ന് പറഞ്ഞ റാങ്കിൽ നിന്നാണ് സീലിംഗ് അടിച്ചത്. ഉറപ്പായിട്ടും RTC എന്ന് പറഞ്ഞ റാങ്കിൽ നിന്ന് ഞാൻ സീലിംഗ് അടിക്കും. അത് 100% ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ലീഡറെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലീഡർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ ഏകദേശം തീരുമാനം എടുത്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോ ഞാൻ വരുന്നത് ഇത് ഒന്നും കൂടെ ശക്തമായി ചെയ്യാനുള്ള കാരണം എന്റെ വീട്ടില് എനിക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ട് കിട്ടിയ ഒരുപാട് റിസൾട്ട് ഉണ്ട്. അപ്പോ ഒന്ന് ഞാൻ പറഞ്ഞു, എന്റെ കൈക്ക് ടെന്നീസ് എൽബോന്റെ കംപ്ലൈന്റ് ആയിരുന്നു. അതിന് നമ്മൾ ചാമ്പിത്തായാലും ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയാന്ന് എന്റെ എൻട്രി. ഓക്കെ, പിന്നെ എന്റെ വീട്ടില് എന്റെ അമ്മയ്ക്ക് ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് ഉമർ സാറിനെയൊക്കെ പിന്നെ ഇതിൽ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മ 4.5 വർഷം ഷുഗർ പേഷ്യന്റ് ആയിരുന്നു. 4 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ക്യാപ്സ്യൂള് 500 mg വെച്ച് കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ, അപ്പോ 4.5 വർഷം 4.5 വർഷം കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മയ്ക്ക് ഇതിനെപ്പറ്റി ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന്, പിന്നെ ഉറക്കില്ലാത്തൊരവസ്ഥ, ഉറങ്ങാൻ പറ്റില്ലായിരുന്നു, ഉറക്ക് കുറവ്. പിന്നെ രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം എടുത്ത് കുടിക്കും. അപ്പൊ ഞാനിത് കണ്ടിട്ട് ഞാൻ അമ്മേനെ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ് ഇങ്ങനെ, ഞാൻ അങ്ങനെ ഇടയ്ക്ക് കാണുന്ന സമയത്ത് എന്താ പറഞ്ഞു വെച്ചാല് ഞാൻ വിചാരിച്ച ഈ നമ്മള് രാവിലെ എണീറ്റ് വെള്ളം കുടിക്കണം, ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കറക്റ്റായിട്ട് നടക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അമ്മ വെള്ളം എടുത്ത് കുടിക്കുന്ന ഈനാന്നോ. അപ്പൊ അമ്മേനോട് ഞാൻ ഒരു ദിവസം ചോദിക്കും, നിങ്ങൾ രാവിലെ ഒരു പാട്ട വെള്ളം എന്തിനാ കുടിക്കുന്നത് ചോദിച്ച സമയത്ത് അമ്മ പറഞ്ഞു വെച്ചാല് എന്റെ തൊണ്ട വരണ്ടു പോകാം, രാവിലെ എണീറ്റ് വരുമ്പോഴേക്ക് തൊണ്ട വരണ്ടു പോകും. അപ്പൊ ഈ ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്നതിന്റെ സൈഡ് എഫക്റ്റ് ആണ്. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം കോഴിക്കോട് നമ്മുടെ മീറ്റിങ്ങിന് പോയ സമയത്താണ് ഷുഗറിന്റെ ഒരു റിസൾട്ട്, ഒരു എക്സ്പീരിയൻസ് കേൾക്കുന്നത്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് അമ്മേനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മളെ കയ്യിലുണ്ട്, നല്ല റിസൾട്ട് ആണ്. അപ്പോ അമ്മ കഴിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് മാറ്റം ഉണ്ടാവുന്നു. അപ്പൊ ഇതിന് കുറച്ച് വില ഉണ്ടല്ലോ. നമ്മള് അന്ന് 2,000 രൂപയാണ് നമ്മളെ ഡെബ ലൈഫിന്റെ വില. അപ്പൊ അതിന്റെ കൂടെ സ്പെർണ വേൾഡ്, ഫൈറ്റേഴ്സ് ഇതെല്ലാം കൂടെ കൂടുമ്പോൾ ഏകദേശം ഒരു 3-4 റുപ്യന്റെ അടുത്ത് വില വരും. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ വില വരും, അമ്മ കഴിക്കുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ട്, എന്തായാലും വാങ്ങി കഴിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു കഴിക്കാം, ഇനി പറഞ്ഞാലേ എനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഓക്കെ ഞാൻ കഴിക്കാം. അങ്ങനെ ഡോക്ടർ തരുന്ന മരുന്നും കൂടെ കഴിക്കുന്നുണ്ട്, നമ്മുടെ മരുന്നും കഴിച്ചു. എല്ലാം കഴിച്ച സമയത്ത് ഒരു 6 മാസം അമ്മ കഴിച്ചു. പിന്നെ എന്താക്കി, ഡോക്ടറെ അടുത്ത് പോയി എല്ലാ മാസവും ചെക്ക് ചെയ്യും. അങ്ങനെ 6ാമത്തെ മാസം ചെക്ക് ചെയ്ത സമയത്ത് അമ്മേനോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങള് ഒരു 2-3 മാസമായിട്ട് നോർമൽ സ്റ്റേജിലാന്നുള്ളത്, അതുകൊണ്ട് ഇനി നിങ്ങൾ ഗുളിക കഴിക്കുന്നത് കുറച്ച് നിർത്താം. ഓക്കെ, നിർത്തി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ, ഇനി എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉള്ള സമയത്ത് മാത്രം നമുക്ക് എന്താക്കിയാൽ മതി, ഗുളിക കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ വളരെ സന്തോഷത്തോടു കൂടിയാണ് വീട്ടിൽ വന്നത്.
ഓക്കെ. അങ്ങനെ വീട്ടിൽ വന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട്. ഞാൻ പറഞ്ഞു അമ്മ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2 മാസം കൂടെ കഴിക്കണം. 2 മാസം കൂടി കഴിച്ചാൽ മാത്രമേ അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കൂ. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ഇത് കഴിക്കാത്ത രീതിയിൽ മാറണമെങ്കിൽ 2 മാസം കൂടെ കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ടോട്ടൽ 8 മാസം അമ്മ ഈ ഉൽപ്പന്നങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇന്ന് 2 വർഷമായിട്ട് ഏകദേശം 10 മാസം, 1 വർഷവും 11 മാസമായി. ഇന്ന് അമ്മ ഷുഗറിന് വേണ്ടിയിട്ട് യാതൊരു പ്രൊഡക്റ്റും കഴിക്കുന്നില്ല. ഓക്കെ. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നില്ല, നമ്മളെ പ്രൊഡക്റ്റും കഴിക്കുന്നില്ല. ഈ 3 പ്രൊഡക്റ്റുകൾ 8 മാസം കഴിച്ചതാണ്. എല്ലാ മാസവും പോയി ചെക്ക് ചെയ്യും, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്ക് കംപ്ലൈന്റ് ഒക്കെ നല്ല റിസൾട്ടാണ്. അപ്പൊ നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ മുകളിലെ ഒരൊറ്റ റിസൾട്ട് കൊണ്ട് മാത്രമാണ് ഈ ബിസിനസ് ഏറ്റെടുക്കാനുള്ള കാരണം. ഓക്കെ. അപ്പൊ ഞാൻ കൊടുത്ത പ്രൊഡക്റ്റുകളും ഞാൻ ഉപയോഗിച്ച പ്രൊഡക്റ്റുകൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടി. 100% റിസൾട്ടിലേക്ക് വന്നത് കൊണ്ട് ഇന്ന് ഒരുപാട് ആളിലേക്കൊക്കെ പ്രൊഡക്റ്റുകൾ എത്തിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ബിസിനസ് എന്നെ നല്ല രീതിയിൽ ലീഡേഴ്സുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും ഇന്ന് ഫുൾ ടൈമറായിട്ട് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കുന്നു. ഓക്കെ. ഇതില് പല ആൾക്കാർക്കും ഈ പ്രോഗ്രാമും മീറ്റിങ്ങിനൊക്കെ പോകാനൊക്കെ ചിലപ്പോൾ മടി ഉണ്ടാവും അല്ലേ. ഞാൻ ഒരു പ്രോഗ്രാമും മീറ്റിങ്ങും ഈ ഇതിൽ മിസ്സാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഞാനൊക്കെ ഈ ബിസിനസ്സിൽ ഇന്ന് പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ലീഡേഴ്സ് വെക്കുന്ന പ്രോഗ്രാമും മീറ്റിംഗ്, അതുപോലെ തന്നെ സൂം മീറ്റിംഗ്, ഞങ്ങൾക്ക് ഇപ്പൊ മോർണിംഗ് മീറ്റ് അല്ല, നൈറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് രാത്രിയാണ് ഞങ്ങളെ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോ 9 മണി മുതൽ 10 മണി വരെയാണ്. അപ്പൊ അതിലൊക്കെ സ്ഥിരമായിട്ട് ഇതിലൊക്കെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസും ഒക്കെ കേൾക്കുന്നതിനെ കൊണ്ടും ലീഡേഴ്സിന്റെ ഒക്കെ വാല്യുബിൾ ആയിട്ടുള്ള സ്പീച്ച്, ഉമർ സാറിന്റെ ഒക്കെ സ്പീച്ച് ഒരുപാട് എനിക്കൊക്കെ പ്രചോദനമായിട്ടുണ്ട്. സാറിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പല ഇതിലും അവരൊക്കെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് നമ്മൾ കച്ചവടം ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് പക്ക കോപ്പിയടിയാണ്. അവരൊക്കെ എന്താണോ ചെയ്തത് അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ്സിൽ കൂടെ വിജയിക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോ ഞാനൊക്കെ പല സ്ഥലത്തും പോയ സമയത്ത് രഞ്ജി സാറും ഞാനൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോ പിന്നെ അങ്ങനത്തെ വീട്ടില് ചിലപ്പോ ഒരു പിന്നെ ആചാര്യ വീട്ടിലോ അല്ലെങ്കിൽ ഉസ്താദിന്റെ വീട്ടിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഉമർ സാറിനെ ഡയറക്റ്റ് വിളിക്കും, വീഡിയോ കോളിലൊക്കെ വിളിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അവരോട് സംസാരിക്കാൻ പറയും. അങ്ങനെയൊക്കെ കച്ചവടം ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതിനൊക്കെ നല്ല ഹെൽപ്പ് നമുക്ക് ഉമർ സാറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ അതൊക്കെ അന്നത്തെ അവർ തമ്മിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ ഇതില് നമ്മൾ നോക്കുക, നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ബിസിനസ് ആണെങ്കിൽ നമ്മളെ സഹായിക്കാൻ വേറെ ആരെയും വരുമോ? നമ്മൾ ഒരു പെട്ടിക്കട തുടങ്ങുകയാണെങ്കിൽ അപ്പുറത്ത് സ്ഥലത്തുള്ള പെട്ടിക്കടക്കാരൻ നമ്മളോട് പറഞ്ഞു തരും, അവർ വിജയിച്ച കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരുമോ? ഒരിക്കലും ഇല്ല. പക്ഷേ ഈ ബിസിനസ്സിലുള്ള ഒരൊറ്റ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വിജയിച്ച ലീഡർ നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അവരെന്തൊക്കെയാണോ ചെയ്തത് അതൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഓക്കെ. അങ്ങനെ നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ അവസരം എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് ഒരു നഷ്ടമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമുക്ക് ഡെയിലി വാങ്ങി ഉപയോഗിക്കേണ്ട ഉൽപ്പന്നങ്ങൾ ഒന്ന് വാങ്ങി ബ്രാൻഡ് ചേഞ്ച് ചെയ്തൊന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ ഇതില് എന്നെക്കാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് വ്യക്തികൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതൊരു നിങ്ങളൊക്കെ ഒന്ന് ഈ ബിസിനസിനെ പറ്റി പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വന്നതൊന്നുമല്ല. അപ്പൊ എന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇന്ന് എന്റെ കൂടെ ഒരുപാട് ടീം കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ പെരുവണ്ണാമൊഴി, മുതുകാട് ആ ഭാഗത്തേക്കൊക്കെ തിരുവനന്തപുരത്ത് വരെ എനിക്ക് ടീം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോ ഇതൊന്നും എന്റെ കഴിവല്ല. ഓക്കെ. ഇതിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാന് പെണ്ണാണ്, അല്ലെങ്കിൽ ഞാൻ പ്രായം കൂടിപ്പോയി, അല്ലെങ്കിൽ എനിക്ക് ഇനി ഇത്രയും സാധിക്കൂ, എനിക്ക് ഇങ്ങനെ ദൂരോട്ട് പോകാൻ പറ്റൂല. ഓക്കെ. ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ ബിസിനസ് നിന്ന് മാറി നിൽക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. എന്നെ കൊണ്ട് പറ്റൂല. ഓക്കെ. ഞാൻ വീട്ടില് ഒതുങ്ങിക്കൂടേണ്ട വ്യക്തികളാണ്, അല്ലെങ്കിൽ ഭർത്താവ് എന്താണ് പറയുന്നത്, അല്ലെ ഭാര്യ എന്താണ് പറയുന്നത്, വീട്ടില് വേറെ ആരെങ്കിലും എന്താ പറയുന്നത്, നാട്ടുകാരെന്താ പറയുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ബിസിനസ് ചെയ്യാതിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊക്കെ എന്താണ്, നമ്മളെ ഒരു ചിന്താഗതി മാത്രമാണെന്നല്ലോ. അവർക്കൊന്നും നമ്മളെ കുറിച്ച് ചിന്തിക്കാനോ ഒന്നിനും ഒരു സമയമില്ല. നാട്ടുകാരെന്ന് വിചാരിക്കുന്ന നോക്കിയാലും നാട്ടുകാർ നമ്മളെ കുറിച്ച് ഒന്നും വിചാരിക്കൂല. പക്ഷെ ഈ ബിസിനസ് നമ്മൾ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇന്ന് ജീവിതത്തിൽ പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ അകത്തുള്ള മെയിൻ കാരണം. ഓക്കെ. ഇന്ന് അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികൾ വിജയിച്ചത് നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ
ഇന്ന് ഉമ്മർ ഉസ്താദ് മാത്രം എടുത്താൽ മതി. അദ്ദേഹത്തിന്റെ വിജയം മാത്രം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഈ ബിസിനസ് ഒന്ന് വിജയിക്കാൻ പറ്റും. ഓക്കെ, അദ്ദേഹത്തിന് തുടക്കം ഞാൻ കണ്ടതാണ്. ബാൽശ്ശേരിക്ക് വരുന്ന സമയത്ത് ഒരു വെള്ള മുണ്ടും ഒരു വെള്ള ഷർട്ടും ഒരു വെള്ള തൊപ്പിയൊക്കെ ആയിട്ട് വന്ന വ്യക്തിയാണ്. ഇന്ന് സൂട്ടും കോട്ടിലേക്കും വലിയ മാറ്റത്തിലേക്കൊക്കെ സംഭവിച്ചിട്ടുള്ള, ഇന്ന് ഏറ്റവും സ്പീഡിൽ ഇന്ന് NTC എന്ന് പറഞ്ഞ റാങ്കിൽ എത്തിയിട്ടുള്ള ഉമർ ഉസ്താദ് സാർ. അപ്പൊ അദ്ദേഹത്തിനൊക്കെ എങ്ങനെ മാറാൻ പറ്റിയെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഇന്ന് സൂം മീറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ ബിസിനസ് ഒന്ന് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു കാരണം. അപ്പൊ അദ്ദേഹത്തിന്റെ മാറ്റങ്ങളൊക്കെ നേരിട്ട് കണ്ട വ്യക്തികളാണ് നിങ്ങളൊക്കെ. അപ്പോ ഇതിൽ ഒന്നും വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. വിജയിച്ച ലീഡർ എന്താണോ പറയുന്നത്, അദ്ദേഹം ഇന്ന് പറയാണ് നിങ്ങൾ ലീസ്റ്റ് ഇടണം, നിങ്ങൾ ലീസ്റ്റ് ഇടണം, അദ്ദേഹം ലീസ്റ്റ് ഇട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറയുന്നു നിങ്ങളോട് മോർണിംഗ് മീറ്റ് കയറണം, മോർണിംഗ് മീറ്റ് കയറണം, അദ്ദേഹം മോർണിംഗ് മീറ്റിംഗ് ഉണ്ട്. ഇനി പ്രോഗ്രാം മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം, പ്രോഗ്രാം മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഈ ബിസിനസ് വിജയിക്കൂ. ഓക്കെ, അങ്ങനെയുള്ള RTBയിൽ പങ്കെടുക്കണം. ഇതൊക്കെ പറയുന്ന സമയത്ത് എന്ത് ചെയ്യണം? കണ്ണടച്ച് വിശ്വസിച്ച് അതിൽ പങ്കെടുക്കുക. നമുക്ക് ഒരു പോറൽ പോലും പറ്റാൻ നമ്മുടെ ലീഡറോ നമ്മളെ അസോസിയേറ്റോ സമ്മതിക്കില്ല. ഓക്കെ, അപ്പൊ അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മൾ വിജയിച്ചാൽ മാത്രമേ നമ്മളെ ലീഡർ വിജയിക്കൂ. അല്ലെങ്കിൽ നമ്മളെ വിജയിപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ബിസിനസിന്റെ ഒരൊറ്റ ഗുണം. അതുകൊണ്ട് നമുക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യം നമ്മളെ ലീഡേഴ്സ് പറയല. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇന്ന് ലീഡേഴ്സ് പറയുന്നത് കേൾക്കുന്നത്. ശ്രീധർ സാറ് 7ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. ഇന്ന് അദ്ദേഹം ITC എന്ന് പറഞ്ഞ റാങ്കിലാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നതൊന്നും അദ്ദേഹത്തിന് കൂടെ ഉള്ളവർ കേൾക്കണം എന്ന് നിർബന്ധമല്ല. അദ്ദേഹത്തിന്റെ രണ്ട് സൈഡിലും അദ്ദേഹത്തിനേക്കാളും ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ബിസിനസ് ചെയ്യുന്നത്. ഓക്കെ, അദ്ദേഹം ചെയ്തത് ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന് ഇത് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അദ്ദേഹം ലീഡേഴ്സിനെ ഉപയോഗിച്ചു മറ്റുള്ളവർക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തു. ഇന്ന് അദ്ദേഹം ITC ആണ്. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യുക? വിജയിച്ച ലീഡർ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി സ്വീകരിച്ചാൽ മതി. പിന്നെ ഇതിൽ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ പഠിക്കണം. ഓക്കെ, പ്രൊഡക്റ്റിനെ പറ്റി നല്ല രീതിയിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റൂ. പല ആൾക്കാരും എന്ത് ചെയ്യും? നമ്മൾ ഒരു 5000 രൂപയ്ക്കോ 10000 രൂപയ്ക്കോ സാധനം എടുക്കും. ആ സാധനം എന്തെങ്കിലും ആക്കി വിറ്റ് തീർക്കണം എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി മാത്രം എന്ത് ചെയ്യും? സാധനങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിക്കും. അങ്ങനെ എത്തിക്കുന്ന സമയത്ത് ഇത് നല്ല റിസൾട്ട് കിട്ടൂല, നല്ല വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കൂല. അവരെ ഉദ്ദേശം എന്താ? സാധനം എന്തെങ്കിലും ആക്കിയിട്ട് വിറ്റ് തീർക്കണം. അതുകൊണ്ട് ഇന്ന് ഫീൽഡിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് പറയും ചില ആളിത് ഉപയോഗിച്ചാൽ, പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. സാധനമൊക്കെ പിന്നെ ഞാൻ വന്നതിനെ കൊണ്ട് വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ, ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാല. ഓക്കെ, ചാമ്പി തൈലം എന്തിനു ഉപയോഗിക്കണം, ഇത് ചൂടാക്കി ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കൂല. ചാമ്പി തൈലം സാധാരണ അവര് കൊമ്പ് തേക്കുന്ന പോലെ തേച്ച് കുളിക്കുന്ന സമയത്ത് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഹെയർ ഓയിൽ എങ്ങനെ തേക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കായിട്ട് റിസൾട്ട് കിട്ടാണ്ടായി പോയ ആൾക്കാർ എത്രയോ ഉണ്ട്. അപ്പൊ നമ്മൾ ഉൽപ്പന്നങ്ങൾ എങ്ങനെ കോംബോ ആയിട്ടും അല്ലെങ്കിൽ അത് കോഴ്സ് ആയിട്ടും എങ്ങനെ കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ചിലപ്പോൾ അത് ഒരു ഐഡിയ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ അവർ അത് ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇതില് വേറെ ഒന്നുമില്ല, ലീസ്റ്റ് മേക്കിംഗ് ചെയ്യുക. നമ്മൾ പിന്നെ എന്ത് ചെയ്യുക? അതിൽ സെലക്ട് ചെയ്തിട്ടുള്ള കുറെ ആളിലേക്ക് ഈ ബിസിനസ് എത്തിക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ അകത്ത് വിജയിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്താം. ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഡ്രസ് കോഡ് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് നല്ല വ്യക്തമായിട്ട് അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പഠിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ മാറ്റങ്ങൾ കണ്ടിട്ട് മാത്രമേ നമ്മളെ കൂടെ ഉള്ള ആൾക്കാർ കടന്നു വരും. ഓക്കെ, ഞാന് പണ്ട് ഒരാളെങ്കിലും പോകുന്ന അതേ വേഷത്തിലാണ് ഇന്നും ആൾക്കാരെ അടുത്തേക്ക് പോകുന്നെങ്കിൽ എൻ്റെ കൂടെ ആരും വരില്ല. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ അതേ ഒരു ചിന്താഗതിയിൽ നിൽക്കാന്ന്, എനിക്കൊരു മാറ്റവും ഇല്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ ആരും വരില്ല. ഓക്കെ, ഇന്ന് ഞാനൊരു 10 ലക്ഷം രൂപേന്റെ കാറ് വാങ്ങിയത് അതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ്. നമ്മളെ മാറ്റങ്ങൾ കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് എൻ്റെ കൂടെ ഐഡിയ അടിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ മാറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ കൂടെ ആളിലേക്ക് ഈ ബിസിനസ് എത്തിക്കുന്നത് ഞാൻ.
അപ്പൊ നമ്മൾ വിജയിച്ച ആൾക്കാരൊക്കെ എന്ത് ചെയ്യാ, ഞാൻ ഉമ്മർ സാറിനെ എന്റെ മാറ്റങ്ങൾ പറഞ്ഞിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ച എത്രയോ ആൾക്കാരുണ്ട്. അതുകൊണ്ട് രഞ്ജിത്ത് സാർ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ശ്രീധർ സാറെ മാറ്റങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് അവരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ബിസിനസ്സിലേക്ക് എത്രയോ ആൾക്കാർ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വിജയിച്ച ലീഡറെ കോപ്പി അടിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ നമുക്കും അതുപോലെ വിജയിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഇതില് എന്ന് വെച്ചാൽ ഇന്ന് ഇതിൽ പുതിയ വ്യക്തികൾ അല്ലെങ്കിൽ പുതിയതായിട്ട് ഐഡിയ അടിച്ച ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇതില് പിടിച്ചു നിൽക്കുക തന്നെ, വേറെ ഒന്നുമില്ല. ഇതില് ലാസ്റ്റ് ബസ് ആകുന്നുള്ള ഒരൊറ്റ ചിന്താഗതി അല്ലെ ഒരു മനോഭാവത്തിൽ ഇതിൽ നിൽക്കുക. ഇതില് നമ്മൾ പറയും, ലീഡേഴ്സ് ഒക്കെ പറയുന്ന, നമ്മൾ പല പ്രോഗ്രാമിലും പോയി കഴിഞ്ഞാൽ പറയും, ഒരു 40 വർഷമോ അല്ല 50 വർഷമോ നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ ചെയ്താൽ കിട്ടാത്ത വരുമാനം ഇവിടെ ഒരു 3 വർഷമോ 5 വർഷമോ ചെയ്താൽ കിട്ടും. അത് വെറുതെ കിട്ടൂല. ഓക്കെ, അത് ഐഡിയ അടിച്ച് വീട്ടിലിരുന്നുകൊണ്ട് ഇതിന്റെ അകത്തുനിന്ന് 1 രൂപ പോലും കിട്ടൂല. ആ 30 വർഷത്തെ അല്ലെ 50 വർഷത്തെ എഫേർട്ട് ഇവിടെ ഒരു 3 വർഷമോ 5 വർഷമോ എടുക്കാൻ നമ്മൾ തയ്യാറാവും. എന്നാൽ മാത്രമേ ഈ ആ വരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ എന്ത് ചെയ്യും, നമ്മൾ തന്നെ ചെയ്യണം, വേറൊരാളും വന്ന് സഹായിച്ചു തരില്ല. ഓക്കെ, നമ്മൾ ആ മേഖലയിൽ നമ്മൾ രാവിലെ എണീറ്റ് പോകേണ്ടി വരും. നമ്മളൊരു ഷോപ്പാണെങ്കിൽ നമ്മൾ പോയി ഷട്ടർ തുറക്കേണ്ടി വരും. അത് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കേണ്ടി വരും. കച്ചവടം നടന്നാലും നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കേണ്ടി വരും. ലാസ്റ്റ് ഷട്ടർ താത്തി പൂട്ടിയതിന് ശേഷം നമുക്ക് പോകാൻ പറ്റും. ഒരാൾ നമ്മളെ സഹായിക്കാൻ പറ്റില്ല. ഒരാളുകൾ ഞാൻ 3 വർഷം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ മരിച്ച് പണിയെടുത്തിട്ടുണ്ട്, ഒരാൾ എന്നെ സഹായിക്കാൻ വന്നിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ആ മേഖലയിൽ നിന്ന് പിന്നീടുള്ള 6 മാസം 1 രൂപ പോലും കിട്ടാൻ. അവിടെ ഞാൻ പോയിട്ടില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു ടീമിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സെറ്റ് ചെയ്യാനോ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ, നമ്മളില്ലെങ്കിലും നമ്മളെ അഭാവത്തിൽ പോലും നമ്മളെ കുടുംബത്തിലേക്ക് വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് ഇന്ന് നമ്മൾ അറിയാതെ കയറി നിന്നിട്ടുള്ള മേഖല. ഓക്കെ, ഇന്ന് ഒരുപാട് വ്യക്തികൾക്ക് അതേ മോഡല് ഇപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കാത്ത വ്യക്തികൾക്ക് പോലും കുടുംബത്തിലേക്ക് നോമിനേഷൻ ഫെസിലിറ്റി കൊടുത്ത ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ എക്സ്പീരിയൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ അതൊക്കെ നമുക്കും കിട്ടും, നമ്മളെ കുടുംബത്തിലേക്കും കിട്ടും. നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒരു നല്ല ടീമിനെ സെറ്റ് ചെയ്യണം. അതിന് വേണ്ട കാര്യങ്ങളാണ്, ഒന്ന് ലിസ്റ്റ് തയ്യാറാക്കുക, നല്ല ലിസ്റ്റ് തയ്യാറാക്കുക. ആ ലിസ്റ്റിലുള്ള വ്യക്തികളെ അടുത്തേക്ക് ഈ ബിസിനസ് എത്തിക്കണം. നമ്മൾ ഒരു 10-20 ആൾക്കാരെ ലിസ്റ്റ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. ഒരു 200-ൽ കുറയാത്ത വ്യക്തികളെ ലിസ്റ്റ് നിർബന്ധമായിട്ട് ഇടണം. അതിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു 20, 25, 30 ആളെ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞാൽ തള്ളാത്ത ആളെ ഒന്ന് മാറ്റി എഴുതണം. ആ മാറ്റി എഴുതിയ വ്യക്തിയിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ബിസിനസ് എത്തിക്കണം. അത് നമുക്ക് ഹോം മീറ്റിംഗ് ആയിട്ടും പിന്നെ പ്രോഗ്രാമിലേക്കോ അല്ലെങ്കിൽ നമ്മളെ സെലിബ്രേഷൻ പ്രോഗ്രാമോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അവർ എന്ത് ചെയ്യണം, ഈ ബിസിനസ് അവസരം കേൾപ്പിക്കണം. 1 to 1 എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമ്മുടെ ലീഡേഴ്സ് പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്താൽ മതി. ഈ ബിസിനസ് അവസരം എത്തിക്കുക. എന്തുകൊണ്ടാണ് എത്തിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ലീസ്റ്റിലുള്ള വ്യക്തികൾ പല ലീസ്റ്റിലും ഉണ്ടാവും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാന്ന്, എൻ്റെ ഒരു മാമന്റെ മകൻ എൻ്റെ ലീസ്റ്റിലുണ്ട്. മാമന്റെ മകന് എന്ത് ചെയ്യും, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെ, അവരെ മാമീന്റെ കുടുംബക്കാരുണ്ടാവും, അയൽവാസികളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അവരിൽ ആരെങ്കിലും ഒരു വ്യക്തി ഈ ബിസിനസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ലീസ്റ്റിലും ഈ പറയുന്ന ആളുണ്ടാവും. ഓക്കെ, അവരോട് ആദ്യം ഞാൻ പോയി പറഞ്ഞാൽ മാത്രമേ ഈ ബിസിനസ് അവന്റെ എടുത്ത് ഫസ്റ്റ് നമ്മളതിലെത്തൂ. ഇല്ലെങ്കിൽ അവരെ പിന്നെ അയൽവാസിയോ അല്ലെങ്കിൽ അവന്റെ സുഹൃത്തുക്കളോ ആരെങ്കിലും അവനോട് ബിസിനസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അയ്യോ അവൻ എന്റെ ലീസ്റ്റിലുണ്ടായിരുന്നു അന്നേരം പറഞ്ഞിട്ട് കാര്യമല്ല. അങ്ങനെ ഇന്ന് ഒരുപാട് വ്യക്തികൾ പല ടീമിലും അല്ല പല ആൾക്കും പല ടീമിലും ആയി പോയിട്ടുണ്ടാവും. ചിലരെ മാമൻ വേറെ ടീമിലും ഇവൻ വേറെ ടീമിലും ആയിരിക്കും. അങ്ങനെയൊക്കെ അനുഭവമുള്ള എത്രയോ ആൾക്കാരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മളെ ലീസ്റ്റിലുള്ള വ്യക്തികൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ബിസിനസ് അവസരം കൊടുക്കണം. എന്തുകൊണ്ടാ വെച്ചാൽ ഈ ബിസിനസ് ഇന്ന് ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സാണ്. അതുകൊണ്ട് ഇന്ന് ഇത് പലരും പിന്നെ ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടും റീറ്റെയിൽ ചെയ്തിട്ടൊക്കെ പരിചയം ഉണ്ടാവും. അപ്പൊ ഒന്ന് മാർക്കറ്റിലേക്ക് ഈ പ്രൊഡക്റ്റുകളൊക്കെ എത്തുന്നുണ്ട്. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് പോലും ഉപയോഗിക്കാത്ത ആൾക്കാർ ഇന്ന് മാർക്കറ്റിൽ ഇല്ലാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ റീറ്റെയിൽ ചെയ്യുന്ന വ്യക്തികൾ എന്ത് ചെയ്യണം, അവരെ റീറ്റെയിൽ നമ്മൾ
കൊടുത്ത ആൾക്കാർക്ക് ബിസിനസ് അവസരം കൂടെ പെട്ടെന്ന് കൊടുക്കണം. എന്തുകൊണ്ടാ വെച്ചാൽ അവർ ചിലപ്പോ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മൾ ബിസിനസ് അവസരം അവരിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികൾ അവിടെ എന്ത് ചെയ്യും, ഈ ബിസിനസ് അവസരം കൊടുക്കുന്ന സമയത്ത് അവർക്ക് പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് നല്ല റിസൾട്ട് ഉണ്ടാവും, എന്ത് ചെയ്യാം, അവർക്ക് ക്ലോസിംഗ് വേഗം നടക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്ത വ്യക്തികളിലേക്ക് ഈ അവസരം കൂടെ എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാനൊക്കെ ഫീൽഡിൽ പോകുന്ന സമയത്ത് കേട്ടിട്ടുണ്ട്, ഈ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ പിന്നെ ആ പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല, അവർ ഭാഗത്തേക്ക് വന്നിട്ടില്ല, ഞങ്ങളോട് ഈ അവസരം പറഞ്ഞിട്ടില്ല. ഓക്കെ, നമ്മൾ പ്രൊഡക്റ്റ് ഒരു പ്രാവശ്യം പ്രൊഡക്റ്റ് കൊടുത്ത വ്യക്തികളുടെ അടുത്തേക്ക് എന്ത് ചെയ്യണം, രണ്ടാം ദിവസം നമ്മൾ പോയിരിക്കണം, നിർബന്ധമായിട്ട് പോകണം. അവർക്ക് റിസൾട്ട് ഉണ്ടോ, അവരിത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ, ഇതൊക്കെയാണ്. ചിലപ്പോൾ നമ്മളെ കണ്ടിട്ട് മാത്രം പ്രൊഡക്റ്റ് വാങ്ങി വെക്കുന്ന ആളുണ്ടോ, അവർ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കില നമ്മൾ വന്നതിനെ കൊണ്ട് എങ്ങനെയാ വാങ്ങാണ്ടിരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് പ്രൊഡക്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടോ. പക്ഷെ നമ്മളെ ഒരു പോക്കോ അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്ന് ഉപയോഗിച്ച് നോക്കാന്നുള്ളൊരു ചിന്താഗതി വന്നിട്ട് അവർ ഉപയോഗിക്കും. അവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് 100% നമുക്ക് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഫോളോ അപ്പ് നല്ല രീതിയിൽ നടത്തണം. ഫോളോ അപ്പിലൂടെയാണ് നമ്മൾ ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 10 പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്യല്ല. നമ്മൾ ബിസിനസ് അവസരം കൊടുത്തിരിക്കെങ്കിൽ അവര് ഈ ബിസിനസ്സിലേക്ക് വരുന്നവരെ ഫോളോ അപ്പ് ചെയ്യണം. ഓക്കെ, ഇനി വന്നു കഴിഞ്ഞാലും നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അപ്പോ ഒരു ഞങ്ങളെ ലീഡർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരാളെ എത്ര ഫോളോ അപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. പലരും പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഞാനും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ലീഡർ പറഞ്ഞു, ഇതിങ്ങനെ ഒന്നും നല്ല ഫോളോ അപ്പ് ചെയ്യുക, അദ്ദേഹം മരിക്കുന്നവരെ ഫോളോ അപ്പ് ചെയ്യണം. മരിച്ചു കഴിഞ്ഞാൽ അവരെ മൂത്ത മകൻ ആരാണോ അല്ലെ മൂത്ത മകൾ ആരാണോ അവർക്കും കൂടെ ഈ അവസരം കൊടുത്തിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യണമെന്നാണ്. ഓക്കെ, അപ്പൊ ഇതില് അവരെ മരിക്കുന്നവരെ ഫോളോ അപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ് അവസരം അങ്ങനെയാണ്. അവർക്ക് ഇത് ഒന്നോ രണ്ടോ അല്ലെ 10 പ്രാവശ്യമോ ഈ ബിസിനസ് അവസരം മനസ്സിലാവില്ല പലർക്കും. പലരെയും വിചാരം ഞാൻ ഒരു പ്രാവശ്യം പ്രോഗ്രാം കൊണ്ടുവന്നിക്കല്ലേ, അല്ലെ ഒരു പ്രാവശ്യം ഞാൻ ഈ ബിസിനസ് അവസരം കൊടുത്തിക്കല്ലേ, അല്ലെങ്കിൽ ലീഡേഴ്സിനെ ഞാൻ ഒരു പ്രാവശ്യം കൊണ്ടുപോയിക്കല്ലേ, അല്ലെ 5 പ്രാവശ്യം കൊണ്ടുപോയിക്കല്ലേ, ഇനി അവരങ്ങ് ചെയ്തോളൂ എന്ന ചിന്താഗതിയിലാണ് പോകുന്നതെങ്കിൽ അവരൊരിക്കലും ഈ ബിസിനസ് ഏറ്റെടുക്കൂല. ഓക്കെ, ഇന്നത്തെ ITCക്ക് പോലും ഈ പ്ലാന് ഇപ്പോഴും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇൻകം പ്ലാൻ. ഓക്കെ, അല്ലെങ്കിൽ ഇന്ന് പല നേട്ടങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികൾ പോലും ഈ ഇൻകം പ്ലാന് ഇന്നും വരച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻകം പ്ലാൻ ഇന്ന് ഒരു കാലത്തും പഠിച്ചു തീരാത്ത ഒരു ഇൻകം പ്ലാൻ ആണ്. അതുകൊണ്ട് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഈ ഇൻകം പ്ലാനിൽ ഒരുപാട് വരുമാനങ്ങൾ വേറെ ടൈപ്പിലൊക്കെ കിട്ടാനുണ്ട്. അപ്പൊ അതൊക്കെ ഇന്ന് വാങ്ങുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക. അപ്പൊ ഇന്ന് പല ആൾക്കാരും പറയും, ഞാൻ കോഴിക്കോട് മീറ്റിംഗ് അല്ലെ താമരശ്ശേരി മീറ്റിങ്ങില് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയതല്ലേ, ഈ ആഴ്ച എന്തിനു പോവാ അല്ലേ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേ പ്ലാൻ തന്നെയല്ലേ ഈ ആഴ്ച പറയുന്നത്. ഇനി അതേ എക്സ്പീരിയൻസ് പറയുന്ന ആൾക്കാരല്ലേ ഇനി വരാനും ഉള്ളത്. ഇവരൊക്കെ നമ്മൾ ദിവസം കേൾക്കുന്നവരെ എന്തിനാ അടുത്ത ആഴ്ച നമ്മൾ പോകുന്നത്, ഈ ആഴ്ച പോകുന്ന, ഈ ആഴ്ച പോകണം, നമുക്ക് അടുത്ത ആഴ്ച പോവാം, അല്ലെങ്കിൽ ഇനി ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരോടൊക്കെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രോഗ്രാം മീറ്റിങ്ങിൽ എത്രമാത്രം പങ്കെടുക്കുന്നു അത്രമാത്രം നമുക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവൂ. നിങ്ങൾ അത്രമാത്രം പ്രോഗ്രാമുകൾ അവോയ്ഡ് ചെയ്യുന്നു അത്രമാത്രം നമ്മൾ പിന്നോട്ട് പോവുക മാത്രമേ. ഓക്കെ, ഇതിൽ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി കേൾക്കുന്ന വ്യക്തികളായാൽ പോലും അവരെ ഓരോരോ ദിവസത്തെ സ്പീച്ചിൽ പല മാറ്റങ്ങളും ഉണ്ടാവും, പല കണ്ടന്റുകൾ ഉണ്ടാവും. ഓക്കെ, നമ്മൾ പിന്നെ വിചാരിക്കാത്ത വ്യക്തികൾ അവിടെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, അവരെയൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ കമ്പനി മീറ്റിംഗ് പോവുകയാണെങ്കിൽ ഒരുപാട് ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ് കേൾക്കാനുണ്ടാവും. അപ്പൊ ഇതൊക്കെ നമുക്ക് അതിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അത് പ്രചോദനമാകുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം, എല്ലാ പ്രോഗ്രാമിലും പോകണം, എല്ലാ മീറ്റിങ്ങിലും പോകണം, എല്ലാ GTSലും പോകണം, എല്ലാ കട്ടിംഗ് അടിച്ചിലും പോകണം. കട്ടിംഗ് അടിച്ച് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൊക്കെ നിർബന്ധമായിട്ടും പങ്കെടുക്കണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഈ ബിസിനസിന്റെ അകത്ത് നിന്ന് പല ഡൗട്ടുകളും ഫീൽഡിന്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമാണ് കട്ടിംഗ് അടിച്ച് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാം. ഞങ്ങളൊക്കെ അത് സ്വന്തമായിട്ട് ഇപ്പോൾ ഞങ്ങളൊക്കെ സ്വന്തമായിട്ട് നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് കട്ടിംഗ് അടിച്ച് പ്രോഗ്രാം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ടീമിനൊക്കെ ഈ ഇൻകം പ്ലാൻ പറയാനും പിന്നെ
ഇതിന്റെ കാര്യങ്ങളിലുള്ള എന്താ പറയണ്ടേ, ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. നിങ്ങൾ പ്രൊഡക്റ്റ് ഒക്കെ ആയിട്ട് ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് ഇത് മരുന്നാണോ, ഇത് കുടിച്ചാൽ എന്തെങ്കിലും സൈഡ് എഫക്ട് വരുമോ, ഇനി നിങ്ങൾ എല്ലാവർക്കും എങ്ങനെയാ 2,10,000 കൊടുക്കുന്നത്, അപ്പൊ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി പൊട്ടൂലേ, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഓരോരുത്തരുടെ വീട്ടിലേക്ക് ലീഡേഴ്സിന് വന്ന് പറഞ്ഞു കൊടുക്കാനാവോ? ഇല്ല. അതിനാണ് നമുക്ക് എന്ത് ചെയ്യുക, കട്ടിംഗ് അടിച്ച് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുക. കട്ടിംഗ് അടിച്ച് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള പല സംശയങ്ങളും ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ RTP എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഈ ബിസിനസിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യും, അവർ പറഞ്ഞു തരും. അവരാ പിന്നെ അതുപോലെ നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ നല്ല, ഇപ്പോൾ ശൈലൈ സാറൊക്കെ കട്ടിങ് അടിച്ചാണെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ലീഡേഴ്സ് വെക്കുന്ന സമയത്ത് നമ്മൾ അതിൽ പോയി ഇരിക്കുക മാത്രം ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് അതേ മോഡൽ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം, ലീഡേഴ്സ് വെക്കുന്ന പ്രോഗ്രാമിൽ തുച്ഛമായ പൈസ ഉണ്ടാവും. അപ്പൊ അതെന്ത് ചെയ്യുക, അത് കൊടുത്ത് അതിനകത്തേക്ക് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, എൻട്രി ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസിന്റെ അകത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്ത വ്യക്തികളൊക്കെ, ഇന്ന് ഫുൾ ടൈമറായിട്ട് ചെയ്യുന്ന വ്യക്തികളൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ അയ്യൂർ സാറ്, ഉമർ ഉസ്താദ് സാറ്, താഹിറ മാഡം, ഇങ്ങനെയുള്ള ഒരുപാട് അവിടെയുള്ള താഹിർ സാറ്, അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികൾ ഇന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കാണാൻ പറ്റും. അവരൊക്കെ ഈ ബിസിനസ് ഫുൾ ടൈമറാ. ഓക്കെ, അപ്പോ ഇതില് ഫുൾ ടൈമർ ആയിട്ടും പാർട്ട് ടൈമർ ആയിട്ടും ഒക്കെ ഉള്ള വ്യക്തികൾ ഉണ്ടാവും. അവരൊക്കെ എന്ത് ചെയ്യുക, ബിസിനസ് ശക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് നെഞ്ചോടെ ഏറ്റെടുക്കണം. ഇത് എന്താ പറയാ, പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഈശ്വരന്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ഇപ്പം നമ്മൾ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത്, അപ്പൊ ഒരു ആൾ നമ്മുടെ മനസ്സിലുണ്ടാകുമല്ലോ. അപ്പൊ അതിലൊക്കെ ഒരു കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ഒരു ബിസിനസ് അവസരമാണ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മളെ മുന്നിൽ വന്നിട്ട് പ്രത്യക്ഷപ്പെടുമോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മളെ മുന്നിൽ ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് നമുക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും നടക്കൂല. പക്ഷെ ആ അവസരം നമ്മുടെ മുന്നിൽ വരും. അത് ഒരു വ്യക്തിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു അവസരമായിട്ടൊക്കെയാണ് നമ്മുടെ അടുത്തേക്ക് വരിക. അപ്പൊ എല്ലാവരും മുന്നിലേക്ക് വന്നത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവമായിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു അവസരമായിട്ടോ കരുതുക. ഓക്കെ, അതെന്ത് ചെയ്യുക, അവസരങ്ങൾ ഒരു പ്രാവശ്യമേ വരും, ഒരുപാട് പ്രാവശ്യം വരൂല. അത് നെഞ്ചോടെ ഏറ്റെടുത്ത് നമ്മളൊന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇന്ന് ഏതൊരു സാധാരണക്കാരനും അസാധാരണക്കാരനായി മാറാൻ പറ്റുന്ന ഒരു അവസരം ഇവിടെ ഉണ്ട്. അപ്പോൾ ആ അവസരം എല്ലാവരും ഒന്ന് ഏറ്റെടുത്തിട്ട് വിജയിക്കണം. അല്ലെങ്കിൽ വിജയിച്ച ഒരുപാട് വ്യക്തികളുണ്ട്, അവരൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണം, അവർ പറയുന്ന കാര്യങ്ങളൊന്ന് ഏറ്റെടുത്തിട്ട് ചെയ്യാൻ തയ്യാറാകുക. അപ്പോ ഈ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇതില് വലിയ വലിയ എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുക, അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് നല്ല രീതിയിൽ ഈ ബിസിനസ് ഏറ്റെടുക്കുക. അങ്ങനെ ഏറ്റെടുക്കുന്ന എല്ലാവർക്കും ഇന്ന് വൻ വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഇന്ന് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ള താഹിറ മാഡത്തിന് ഇന്ന് അദ്ദേഹത്തിനൊക്കെ മാഡത്തിനൊക്കെ നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ. ഇന്ന് MC കൈകാര്യം ചെയ്തിട്ടുള്ള മാഡത്തിനൊക്കെ നല്ല ഉയർന്ന നിലയിൽ വെച്ച് കാണാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വീഡിയോയിൽ വന്നവർക്കും വീഡിയോയിൽ ഇല്ലാത്തവർക്കും എന്റെ ഇത്രയും നേരം സഹിച്ച അല്ലെങ്കിൽ ശ്രവിച്ച എല്ലാവർക്കും വൻ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിർത്തുന്നു. ജയ് ഹിന്ദ്.